ഇതാ ഈ കാണുന്ന ഇതുണ്ട് ബോട്ട്. ഈ ബോട്ടിനകത്താണ് ബോഡി ഉള്ളത് കേട്ടോ. ഈ പ്ലാസ്റ്റിക് കവറുണ്ട് നീല. വണ്ടി അപ്പുറത്ത് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുക കേട്ടോ. ജോൺസൺ മാഷ് വണ്ടി കൊണ്ടുപോയി. ഇതാണ് ആ മല കേട്ടോ. അതുകൊണ്ട് ഈ മലയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ നമ്മൾ വണ്ടി കിടക്കുന്നത് കേട്ടോ. ഇപ്പുറ സൈഡായിട്ട് ജോൺസൺ മാഷ് നമ്മളെ വണ്ടിയോട് കൊണ്ടുപോയിച്ചിട്ട് വന്നു. അതുകൊണ്ട് ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ്. നമുക്കിപ്പോ ശരിക്കും കാണാൻ പറ്റത്തില്ല. അവിടെ പൊക്കി കയറ്റാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ ചാനലുകാരെല്ലാം ഉണ്ട്, താഴെ ഉണ്ട്. മൊത്തം ചാനലുകാരും താഴെ നിൽപ്പുണ്ട്. വണ്ടിയുടെ ഓണറൊക്കെ ഇവിടെ സംസാരിക്കുന്നത് കാണാം കേട്ടോ. വണ്ടിയുടെ ഓണർ ചാനലുകാരായിട്ടൊക്കെ സംസാരിക്കുന്നു. വണ്ടി പുഴയിൽ തന്നെ ഇട്ടു. പുഴയിൽ തന്നെ ഇട്ടു. വണ്ടി പുഴയിൽ തന്നെ ഇട്ടു കേട്ടോ. ചേട്ടനല്ലേ വലുത്. ക്യാബിനകത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ? ക്യാബിനകത്ത് ഉണ്ടായിരുന്നു. അർജുൻ ചേട്ടനല്ലേ വലുത്. അല്ലാത്ത ലോറി അതിൻ്റെ ഉള്ളിൽ തടികളും നല്ല വലുത്. നമ്മുടെ അർജുൻ ചേട്ടനെ നമുക്ക് വലുത്. അപ്പൊ അർജുൻ ചേട്ടനത് കിട്ടി. അപ്പോ അർജുൻ ചേട്ടനെ കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു കിട്ടിയപ്പോ എന്ന് പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അർജുൻ ചേട്ടന് ജീവനോടെ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. അത് 20 ദിവസം കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്ക് കൈവിട്ടു പോയി. അമ്മയ്ക്ക് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്. അർജുൻ ചേട്ടൻ്റെ അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട്. അർജുൻ ചേട്ടൻ ഏത് രീതിയിൽ കണ്ടെത്തിയിട്ടായാലും ഞാൻ ഇവിടുന്ന് മടങ്ങുള്ളൂ. അതുപോലെ തന്നെ അർജുൻ ചേട്ടനെ കൊണ്ട് ഞാൻ പോകും. നമുക്ക് ഇതുകൊണ്ട് വണ്ടി പൊക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. വണ്ടി ഇതുകൊണ്ട് വീണ്ടും പൊക്കുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് എടുക്കുവാണ് കേട്ടോ. വണ്ടി എടുത്തിട്ട് കരയ്ക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ക്യാബിനൊക്കെ ഉണ്ടോ ഫുള്ള് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ക്യാബിനൊക്കെ ഫുള്ള് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനകത്തുനിന്നാണ് ഈ ക്യാബിനകത്തുനിന്നാണ് നേരത്തെ ബോഡി എടുത്തത്. കണ്ടോ അതിന്റെ ടോപ്പ് വശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരക്കടുപ്പിക്കുകയാണ് കേട്ടോ. കണ്ടോ നമ്മളിപ്പോൾ ആ ക്യാബിൻ്റെ അടുത്തെത്തിയിട്ടോ. നടന്നിട്ട് നമുക്ക് അടുത്തുനിന്ന് ശരിക്കും കാണാൻ പറ്റും. മൊത്തത്തിൽ പൊളിഞ്ഞടക്കുവാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്താണുള്ളത്. കണ്ടോ അവര് എടുത്ത്
വെള്ളമാണ് എല്ലായിടത്തും മാറാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളും നേരെ മേളിലോട്ട് പോവാണ്. അപ്പോൾ അതെ ഇത്രയും ജനങ്ങളാണ് കേട്ടോ ഇവിടെ ഇത് അറിഞ്ഞിട്ട് വന്ന് കാണുന്നത്. മാത്രമല്ല എല്ലാവരും ഉണ്ട്. ഇതാ ഈ കാണുന്ന ഇതുണ്ട് ബോട്ട്. ഈ ബോട്ടിനകത്താണ് ബോഡി ഉള്ളത് കേട്ടോ. ഈ പ്ലാസ്റ്റിക് കവറുണ്ട് നീല, അതിനകത്താണ് കേട്ടോ ബോഡി ഉള്ളത്. അർജുന്റെ ബോഡിയാണ് കേട്ടോ. അഴുകിയ നിലയിലാണ് കണ്ടെത്തിയെന്നാണ് അറിഞ്ഞത്. ഇത്രയും ദിവസം വെള്ളത്തിനടിയിൽ കിടക്കുമല്ലായിരുന്നു. വല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടോ ഇത്. വണ്ടിയുടെ താണ്ട് ചേസൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും കേട്ടോ. ചേസിന്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. വണ്ടി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്.